ആ രാജു പാപ്പി, നല്ലത് നല്ലത്. ഞാന് നേരത്തെ വിളിച്ചപ്പോഴേ 2 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാൻ പറഞ്ഞു. എന്താ പൗഡർ ഇടാൻ പോയതാണോ, മേക്കപ്പ് ചെയ്യാൻ പോയതാണോ? ആ ഹാ ഹാ, പല നമ്പറുകൾ ഉണ്ടല്ലേ കയ്യില്. അത് ശരി. ഓക്കെ ഓക്കെ. എവിടെയാ സ്ഥലം? ഹരിപ്പാട്, ആലപ്പുഴ. അറിയാം 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 അറിയാം. ഉറങ്ങി? സോറി, ലേറ്റ് ആയി പോയി. ഉറങ്ങായിരുന്നോ? ആണോ? ആ ഹാ. ചായ കുടിച്ചാ? കുടിച്ചാ? അല്ല, ചായയുടെ കാര്യ ചോദിച്ചേ. ചായ കുടിച്ചോ? ആ ഹാ ഹാ. അപ്പൊ ഞാൻ എന്തിനാ വിളിച്ചേന്നറിയോ? മനസ്സിലായി. എത്ര അടിച്ച്? എത്രയാണ്? 25,000 ആണോ, 10,000 ആണോ, 5,000 ആണോ, 10 ലക്ഷമാണോ? എന്നാലും നിങ്ങൾ ഭയങ്കര ഒരു അണ്ടർസ്റ്റാൻഡിങ് മാനാണ്. അപ്പൊ 10 ലക്ഷത്തിന്റെ ഭാഗ്യവാനാണ് എന്റെ മുമ്പിൽ നിൽക്കുന്നത്. സാറല്ല, പോച്ചെ. ഞാനിങ്ങനെ പലരും അപ്ലൈ ചെയ്യും. ഇന്നാളെ മനോരമയുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിനകത്തൊരു കുട കിട്ടിയായിരുന്നു. നമുക്ക് ആലപ്പുഴ വരെ മേടിക്കാൻ വേണ്ടി വന്നു. എങ്കിൽ തന്നെ അതിലൊരു പ്രൈസ് കിട്ടാന്ന് പറഞ്ഞിരുന്നുണ്ടല്ലോ. അതാണ്. അപ്പൊ സ്ഥിരം ഭാഗ്യവാനാണ്. തീർച്ചയായിട്ടും. കൊടയും കിട്ടി, ഇപ്പൊ വടിയും കിട്ടി. ചിരി അടിപൊളിയാണ് കേട്ടാ. അതേ ഉള്ളു നമുക്കൊരു മുഖമുദ്ര. എന്താ ചെയ്യണേ? ഞാൻ കുറച്ചാലും ഗൾഫിലുണ്ടായിരുന്നു സാറേ. ഇപ്പൊ നാട്ടിൽ വന്നിട്ട് ചെറിയ പരിപാടിയൊക്കെ ചെയ്തു. പക്ഷെ അതൊന്നും വിജയിച്ചില്ല. ആഹാ. എന്നാ അടിപൊളി. നമ്മുടെ ബോച്ചേട്ടി ഫ്രാഞ്ചൈസി എടുത്തോളൂ. ബോച്ചെ പാർട്ട്ണർ ആകാം. വിജയിക്കുന്ന ഏക പരിപാടി ഇപ്പൊ അതേ ഉള്ളൂ. മുതല് നഷ്ടപ്പെടാത്തതും ലാഭം കിട്ടുന്നതും ഗ്യാരണ്ടി ഉള്ള ഒരൊറ്റ ബിസിനസ് ഇപ്പൊ ഇതാണ്. ആ, തിരക്ക് പിടിക്കണ്ട. ഇനിയിപ്പോ കാശൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യം. ഇനിയിപ്പോ കച്ചവടം ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കുറച്ചു കാലത്തേക്ക്. അതെ, അതാണ്. നമ്മൾ വെറുതെ ഇരിക്കാൻ പാടില്ല. ജോലി ആയാലും ബിസിനസ് ആയാലും ചെയ്തുകൊണ്ടിരിക്കണം. അധ്വാനിച്ച് ജീവിക്കണം. അതാണ് അന്തസ്. നമ്മൾ കഴിക്കണ ഭക്ഷണത്തിന് വേർപ്പിന്റെ മണം ഉണ്ടാവണം എന്നാണ്. അതെ അതെ. ആരൊക്കെയുള്ള വീട്ടില്? എനിക്ക് 2 മക്കള്, വൈഫ്. ആ, 2 മക്കള്, ഒരു വൈഫ്. 2 മക്കളെ, ഒരു വൈഫ്. ആ, ഗൾഫിലൊക്കെ പോയതുകൊണ്ട് ചോദിക്കുകയാണ്. എന്ത് ചെയ്യുന്ന വൈഫൊക്കെ? ഹൗസ് വൈഫാണ് അല്ലേ? എവിടെ? എല്ലാവരും ഒന്ന് കാണട്ടെ, കുടുംബത്തിനെ ഒന്ന് പരിചയപ്പെടാലോ. ആണോ? ഓക്കെ ഓക്കെ. അപ്പൊ പ്രത്യേക അന്വേഷണം പറയണോ? ആ, ഈ നമ്പറിൽ കിട്ടും. സൈലന്റ് ആയിരിക്കും അധികം. ഇടയ്ക്കൊക്കെ നോക്കും. അല്ലെങ്കിൽ വാട്സാപ്പിൽ ഇട്ടേച്ചാ ഞാൻ തിരിച്ചു വിളിച്ചോളാം. ഇത് എനിക്കറിയാത്ത ഒരുപാട് കോളുകൾ വരുന്നോണ്ട് ഫോൺ എപ്പോഴും സൈലന്റ് ആക്കി വെക്കും. വാട്സപ്പ് ഈ പറഞ്ഞ 10-25,000 ഒക്കെ ആണ് അൺനോൺ ആയിട്ടുണ്ട്, ഓപ്പൺ ചെയ്യാത്തത്. അതുകൊണ്ട് ഞാൻ ഇത് നോട്ട് ചെയ്ത് വെക്കാം. വിന്നറല്ലേ നിങ്ങൾ? എന്റെ 10 ലക്ഷം കൊണ്ടുപോയ ആളായതുകൊണ്ട് ഒരിക്കലും മറക്കില്ല ഞാൻ. അതെന്തായാലും സ്പെഷ്യൽ നോട്ട് ചെയ്ത് വെക്കും. എത്ര പ്രാവശ്യം വാങ്ങി ബോച്ചേറ്റി? മൈ ഗോഡ്, ആദ്യത്തേലടിച്ചോ? ഓ മൈ ഗോഡ്. ഇനി ട്രൈ ചെയ്യണ ഒരു അത്യാഗ്രഹമാണ്. ഇതൊക്കെ ഒരു ടൈം പാസും കൂടിയാണല്ലോ. ചായയും കുടിക്കാം, ഒരു ടൈം പാസ്, എന്റർടൈൻമെന്റ്. ഇതൊക്കെ ഒരു രസമാണല്ലോ. ഇങ്ങനെ ഒരു നമ്മുടെ ഭാഗ്യം പരീക്ഷിക്കുക. അതൊക്കെ നമ്മുടെ ഈ വരയൊന്നും മാറ്റി വരയ്ക്കാൻ പറ്റത്തില്ല. വരാനുള്ളത് ആർക്കും തടയാൻ പറ്റില്ല. നല്ലതായാലും പൊട്ടയാലും എന്ന് പറഞ്ഞ പോലെ. ഭക്ഷണം കഴിച്ചു. അമ്മയുടെ അടുത്തായിരുന്നു ഇന്ന്. അപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ചു ലേറ്റ് ആയി പോയി. തൃശ്ശൂരാണ്. ഒരു മകളാണ്. ആളിപ്പോ കുറേശ്ശെ ബിസിനസ്സിലൊക്കെ ഉണ്ട്. ഇങ്ങനെ വരുന്നു, പഠിച്ചു വരുന്നു. അതൊന്നും ആയിട്ടില്ല. അതൊന്നും ആയിട്ടില്ല. അത് നമ്മള് നമ്മള്
അതെ അതെ അതെ, അതിനുവേണ്ടി പലരും ബന്ധപ്പെടുന്നുണ്ട് എന്നെ. ഞാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അതൊക്കെ നല്ലൊരു പ്രവൃത്തിയാണ് തീർച്ചയായിട്ടും. അത് ഞാൻ എപ്പോഴും പറയാം, ഒരു രൂപത്തിന് കൊടുക്കാൻ പറ്റുന്നെങ്കിൽ അത് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ്. അത് നമ്മളല്ല, ദൈവം തരുന്നു, നമ്മൾ അത് ഉപയോഗിക്കുന്നു. നമ്മുടെ അല്ലല്ലോ, നമ്മൾ ഒന്നും കൊടുന്നിട്ടില്ല, പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ട് ഇതൊന്നും നമ്മുടെ എന്ന് പറയാനില്ല. നമ്മളിതൊക്കെ കൈകാര്യം ചെയ്യുന്ന കസ്റ്റോഡിയൻസ്, വി ആർ ജസ്റ്റ് കാഷ്യർ. നമ്മൾ അതിന്റെ ഒരു പങ്ക് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കും. അതെ അതെ. അപ്പൊ ഈ 10 ലക്ഷത്തിൽ ആർക്കെങ്കിലും കൊടുക്കോ? ഒരു പങ്ക് എന്തെങ്കിലും പാവങ്ങൾക്ക് കൊടുക്കോ? അല്ല, തീർച്ചയായിട്ടും പറയാനുണ്ടല്ലോ, രണ്ടുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കണമെന്നാ ബൈബിള് പഠിപ്പിക്കുന്നത്. അതെ, 2 ആയാലും 3 ആയാലും എത്രയുണ്ടെങ്കിലും ഒന്ന് കൊടുത്തിരിക്കണം എന്നാണ്. കുറച്ച് ഒരു വിഹിതം നമ്മൾ കൊടുക്കണം. അല്ല, ഇന്ന് വേറെ കാര്യമുണ്ട്. ഇന്ന് രണ്ടുള്ളവന് 4 ഒന്നുമില്ലാത്തതിനെ പിടിച്ചു പഠിക്കാനുള്ള കാലമായി മാറിയത്. മാറ്റം നമ്മുടെ നാട്ടിലുണ്ടായി. അപ്പൊ നിങ്ങളൊക്കെ മാതൃകയാവും ഇങ്ങനെ കുറേശ്ശെ കൊടുത്തിട്ട്. അപ്പൊ എല്ലാവരും അത് കണ്ടു പഠിച്ച് എല്ലാവരും അങ്ങനെ ആ ഒരു കൾച്ചറിലേക്ക് വരുമല്ലോ. അങ്ങനെയാണ്. അതൊരു നമ്മള് കാണിച്ചു കൊടുക്കുന്ന ഒരു വലിയൊരു മാതൃകയാണ്. എന്താ ചെയ്യുന്ന മക്കൾ? എന്ത് ചെയ്യുന്നു? പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒരാൾ ബിടെക് പഠിക്കുന്നു, ഒരാള് പിന്നെ MA, പിന്നെ ലാസ്റ്റ് ഇയർ. നിങ്ങൾക്ക് ഇത് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായോ? ആരാണ് എടുത്തത്, ഇത് വാങ്ങിയത്? ഓൺലൈനില് bochetti.com വഴിയാണോ അതോ ഫിജിക്കാർട്ട് വഴിയാണോ? അല്ല, ഞാൻ എടുത്തത് പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ, ഫോട്ടോ എല്ലാം കൂടെ ഉണ്ടായിരുന്നേ, വെബ്സൈറ്റ് വഴി. മോളായിരിക്കും എടുത്തത് അല്ലേ? അതെ അതെ. ഇത് ഞാനായിരുന്നു. ഞാൻ അത് എടുത്ത് വെച്ചെല്ലാം നോക്കിയാ. പിന്നെ ഇപ്പൊ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു 40 രൂപ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നി. അപ്പൊ അത് കുറച്ചൊന്ന് പരിചയമായി വരണം. പലർക്കും ഒരുപാട് ആയിരക്കണക്കിന് പേര് പറയുന്നുണ്ട് അത് എടുക്കാൻ പറ്റുന്നില്ല, ശരിയാവുന്നില്ല. ഒന്ന് പ്രാക്ടീസ് ആയി വരണം. പിന്നെ കുറച്ച് ടെക്നിക്കൽ പ്രോബ്ലംസ് ഇടയ്ക്ക്, ഹെവി ട്രാഫിക് വരുമ്പോൾ ഡൗൺ ആവുന്നുണ്ട് സെർവർ ഇടയ്ക്ക്. പിന്നെ ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് ചിലവർക്ക് ടിക്കറ്റ് കിട്ടുന്നത്, ചായപ്പൊടി കിട്ടുന്നത്. പിന്നെ ചായപ്പൊടി നമ്മൾ വിചാരിച്ചാലും കൂടുതൽ സെയിലായിപ്പോയി. അതുകൊണ്ട് സ്റ്റോക്ക് എത്തിക്കാൻ വൈകി പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വൈകിയാലും കിട്ടും എന്ന് ഞാൻ അത് അറിയിച്ചുകൊണ്ടിരിക്കുക. എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. അത് ടെൻഷൻ അടിക്കേണ്ട. നിങ്ങളുടെ 40 രൂപയും പോവില്ല, ടിക്കറ്റും പോവില്ല, ചായപ്പൊടിയും പോവില്ല, ഒക്കെ കിട്ടിയിരിക്കും. പിന്നെ തുടങ്ങുമ്പോൾ ഓവർ സെയിൽ വരുമ്പോൾ നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. സെറ്റായി വരും, അങ്ങനെ ഉണ്ടാവും. അപ്പോ മുടങ്ങാതെ ചായപ്പൊടി വാങ്ങൂ, ബോച്ചെ ലക്കി ഡ്രോ ടിക്കറ്റ് സ്വന്തമാക്കൂ. 25 കോടി അടിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ 13,704 പ്രൈസുകളുണ്ട്. ക്യാഷ് പ്രൈസ് ഡെയിലി 25,000, 10,000, 5,000, 1,000, 100 അങ്ങനെ. അതാണ്. എന്ത് ചെയ്യും 25 കോടി കിട്ടിയാല്? ചെലവാക്കി തീർക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇനിയുള്ള ഒരു സമയം കൊണ്ട് അല്ലേ? 25 കോടിയൊക്കെ എങ്ങനെ അടിച്ചു പൊളിച്ചാലും തീരണ്ടേ അല്ലേ? ആ, അങ്ങനെ. അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ. സന്തോഷം പരിചയപ്പെടാൻ പറ്റിയാല്. ഒരു വിന്നറായാല് കൺഗ്രാറ്റുലേഷൻ. മകളെയും ഭാര്യനെ എല്ലാവരെയും അറിയിക്കും കേട്ടോ. അപ്പൊ ഓക്കെ, ചായ കുടിക്കൂ, കോടീശ്വരനാകൂ. Conquer the world with love. Love you everybody. You're on Boche. Good night. ആ ഫോട്ടോ ഉറപ്പായിട്ടും വരുമല്ലോ എന്റെ കൂടെ. അതല്ലേ, നാളെയാണോ ഏതാ ദിവസം എന്നറിയില്ല, ഏതെങ്കിലും ഒരു ദിവസം വരും. നമ്മുടെ വിന്നറല്ലേ, അപ്പോ നിങ്ങളെ പരിചയപ്പെടുത്തണ്ടേ? ആ, ബിസിനസിന്റെ ഒരു ഭാഗം കൂടിയാണല്ലോ, അംഗീകാരമല്ലേ അതൊക്കെ. അപ്പൊ ഓക്കെ, ബൈ. ഗുഡ് നൈറ്റ്.